പീക്കിരിക്കുട്ടൻ്റെ കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റാതെ ബബിൾക്കുട്ടൻ വിളിച്ച് അന്വേഷിക്കുകയാണ് കേട്ടോ. ഉണ്ടാകുന്ന എനിക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ പീക്കിരിക്കുട്ടനെ എന്തിനാ ഒരു കറുത്ത പൂച്ച പോകുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ പൂച്ച ഒന്ന് പിടിച്ചു കുടഞ്ഞു കേട്ടോ. അത് ഭയങ്കര എവിടെയും മുറിവൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ പീക്കിരിക്കുട്ടൻ്റെ ദേഹം മുഴുവൻ ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ കണ്ടു. അപ്പം നമുക്ക് എടുക്കാനോ തൊടാനോ കൈ പിടിക്കാനോ ഒന്നും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ സംഭവിച്ചത്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ പീക്കിരിക്കുട്ടൻ. കിടക്കാനൊന്നും അവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കിടക്കുമ്പോൾ അവൻ്റെ ദേഹം വേദനയായിരുന്നു കേട്ടോ. പിന്നെ ബാവേട്ടൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് പിന്നെ അവൻ കിടന്നിട്ട് ഉറങ്ങാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ രാത്രി ഫുഡൊന്നും കഴിച്ചില്ല. വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കറുത്ത പൂച്ച ഇതേപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പൂച്ചക്കുട്ടികൾക്ക് മീൻ കൊടുക്കണ പോലെ അതിങ്ങനെ വന്ന് നോക്കി നിൽക്കുന്ന കണ്ടിട്ട് കൊടുത്തതാണ് കേട്ടോ. പക്ഷേ അപ്പോൾ ആ കൊടുക്കണ കാരണം കൊണ്ട് എനിക്ക് പണി കിട്ടിയെന്ന് പറയാലോ. അതിങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവിടെ വരും ചെയ്യും. ഇവരുടെ ഒപ്പം കഴിക്കുമ്പോൾ എങ്ങനെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക വിചാരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷെ നോക്കുമ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ തന്നെ ബബിൾക്കുട്ടനെയും പീക്കിരിക്കുട്ടനെയൊക്കെയാണ് കേട്ടോ അടിക്കുന്നത്. ബബിൾക്കുട്ടൻ പിന്നെ കുറച്ചും കൂടി വലുതായതുകൊണ്ട് അവനത് പിന്നെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പീക്കിരി തീരെ ചെറുതല്ലേ. അപ്പോൾ പീക്കിരി കിടക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് അന്വേഷിക്കുകയാണ് കേട്ടോ. കാരണം പീക്കിരി ഇതുവരെ അങ്ങനെ വെറുതെ ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കേണ്ട ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല കേട്ടോ. എപ്പോഴും അങ്ങനെ കുറുമ്പായിട്ടും വികൃതിയായിട്ടും ഓടി ചാടി നടക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും. ഉറങ്ങണത് തന്നെ പീക്കിരി ഇത്തിരി നേരമൊക്കെ കേട്ടോ ഉറങ്ങുള്ളൂ. അപ്പോൾ പീക്കിരി ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂച്ചക്കുട്ടികളെ ഇങ്ങനെ വളർത്തുമ്പോഴേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ബബിൾക്കുട്ടിന് ഭയങ്കര സങ്കടം. ബബിൾക്കുട്ടിന് ആദ്യം കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണം പറഞ്ഞാൽ ഞാൻ കയറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ ബബിൾക്കുട്ടിന് സ്നേഹം കൂടിയിട്ട് അവനെ പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ തോന്നും. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് മറിക്കുമ്പോൾ അതിന് വേദനിക്കല്ലോ. കണ്ടില്ലേ, ബബിൾക്കുട്ടൻ തൊട്ടപ്പോൾ തന്നെ പീക്കിരിക്കുട്ടന് സങ്കടമൊക്കെയാണ് കേട്ടോ. മുഖം ഒന്ന് നോക്കി നോക്കി, എന്തൊരു സങ്കടം നോക്കി നോക്കി, എന്നെ തൊടണ്ടെന്ന് പറയുന്നു കേട്ടോ. കാരണം അവന് തൊടണോടത്തൊക്കെ വേദനയാണ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു അവന്. ഇപ്പോൾ ഇന്നൊക്കെ നല്ല കുറവൊക്കെ ഉണ്ട്. ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. രാവിലെ കാറ്റ് ഫുഡും പാലും ഞാനിങ്ങനെ മത്തിയൊക്കെ വേവിച്ചിട്ട് അതൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ചമ്പിക്കുട്ടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ പീക്കിരിക്കുട്ടൻ ആ കറുത്ത പൂച്ച തല്ലി കുടഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, എനിക്ക് ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോഴേ സങ്കടം വരികയാണ്. അപ്പം ഞാൻ പുറത്തേക്ക് വിടണേ ഇല്ല കേട്ടോ. കാരണം അവൻ്റെ ദേഹം ബോഡി ഒന്നും ഓക്കെ ആവാതെ ഇനി പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും എന്തെങ്കിലും പിടിച്ച് കുടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവൻ്റെ വയ്യായൊക്കെ നല്ലോണം മാറട്ടെ, എന്നിട്ട് അവനെ പുറത്തേക്ക് വിടുള്ളൂ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൂട്ടിലേട്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളവും എല്ലാത്തിനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പീക്കിരിക്കുട്ടൻ്റെ ഇങ്ങനെ വാടിയ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം.